പീഡാനുഭവ സ്മരണയിലൂടെ ലോകം കടന്നുപോയ ദിനങ്ങളിൽ പോപ്പ് ഫ്രാൻസിസ് തന്റെ അന്ത്യയാത്രയിലേക്ക് അടുക്കുകയായിരുന്നു. ഉയിർപ്പിന്റെയും പ്രത്യാശയുടെയും ദിനങ്ങളിലൂടെ ലോകം കടന്നുപോകുമ്പോൾ പാപ്പ അവസാനമായി പറഞ്ഞ വാക്കുകൾ ലോകം എക്കാലവും മറക്കില്ല. അത് ഗാസയുടെ സമാധാനത്തെക്കുറിച്ചായിരുന്നു. നിത്യത പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞ അവസാന വരികൾ പോലും വിദ്വേഷമില്ലാത്ത മഹനീയ സ്നേഹത്തെക്കുറിച്ചാണ്. ഗാസയിൽ വെടിനിർത്തൽ വേണം, അവിടെ സമാധാനം പുലരണം. ഇതായിരുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ അവസാനത്തെ വാക്കുകൾ. സ്നേഹത്തിന്റെ ചരിത്ര സാക്ഷ്യങ്ങൾക്ക് പോപ്പ് ഫ്രാൻസിസിന്റെ മുഖഛായയാണ് എന്നും പറയാം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പോപ്പിനെ ഇങ്ങനെ ഓർമ്മിക്കുന്നു: ബ്യൂണസ് അയേഴ്സ് മുതൽ റോം വരെയുള്ള ജീവിതകാലത്തിലുടനീളം പാവങ്ങളുടെ പ്രത്യാശയ്ക്കായി മാത്രം നിലകൊണ്ടു. ഏവരെയും ഒന്നിക്കാനായി പരിശ്രമിച്ചു. ആ പ്രവൃത്തി കാലത്തെ അതിജീവിക്കും. നീതിയും യോജിപ്പും പാവങ്ങളുടെ നന്മയും മാത്രം കരുതി ജീവിച്ചു. അതിൽ മുഴുകി പ്രയത്നിച്ചു. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് അനുസ്മരിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ വിടവാങ്ങലിൽ അഗാധമായ വ്യസനം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്നേഹം മാത്രം കൈമുതലായി ജീവിച്ചൊരാൾ എന്നും മോദിയുടെ സന്ദേശത്തിലുണ്ട്. വിടവാങ്ങലിന് മണിക്കൂറുകൾക്ക് മുൻപ് പോപ്പിനെ സന്ദർശിച്ച US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് രോഗശയ്യയിലായിരുന്ന അദ്ദേഹം അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നി എന്നാണ്. ലോകത്തിൻ്റെ വേദനയോട് ഐക്യപ്പെടുന്നു എന്നും വാൻസ് പറഞ്ഞു. നിർബന്ധിത പലായനവും നാടുകടത്തലുകളും ഇനിയും ലോകം കാണുക തന്നെ ചെയ്യും എന്ന് തോന്നിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ കുടിയേറ്റ നിയമത്തോട് പോപ്പ് കലഹിച്ചത് അടുത്ത നാളുകളിലാണ്. നെഞ്ചിടിപ്പ് നിലയ്ക്കുന്നതിന് തൊട്ടു മുൻപ് വരെ മഹാമാനവികതയെ മുറുകെ പിടിച്ചു അദ്ദേഹം എന്നർത്ഥം. ക്രിസ്തുവിന്റെ വിമോചന ബോധ്യങ്ങളെപ്പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളോട് കൂടിയും വാക്കുകളിലൂടെ അദ്ദേഹം സമരസപ്പെട്ടത് കാണാനായി. അകറ്റി നിർത്തപ്പെട്ട ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് അനുതാപം പുലർത്തി. പുരോഹിതരുടെ ലൈംഗികാതിക്രമത്തിന് ലോകത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കെ തന്നെ സ്വയം വിശുദ്ധനായി. അസാധാരണമായ മാനവികതയോടെ ലോകത്തെ നോക്കിക്കണ്ട, ഭിന്നാഭിപ്രായങ്ങളോട് ചിരിച്ച സൗമ്യനായ എക്കാലത്തെയും ഒരേയൊരു പോപ്പ് വിടവാങ്ങിയിരിക്കുന്നു. ജോർജ് ന്യൂമെയർ എഴുതിയ പോപ്പിനെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പേര് ദ പൊളിറ്റിക്കൽ പോപ്പ് എന്നാണ്. ആ പുസ്തകത്തിന് താഴെയുള്ള വരികൾ ഇങ്ങനെയും: ഹൗ പോപ്പ് ഫ്രാൻസിസ് ഈസ് ഡിലൈറ്റിംഗ് ലിബറൽ ലെഫ്റ്റ് ആൻഡ് അബാൻഡൻഡ് കൺസർവേറ്റീവ്സ്. അതെ, തികച്ചും അസാധാരണൻ പ്രിയ പാപ്പയ്ക്ക് വിട. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.